രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി എക്കണോമിക്സിൻ്റെ 2 അധ്യായങ്ങളാണ് നാം അവസാനിപ്പിച്ചത്. അതിലെ ആദ്യ അധ്യായം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പൊതു സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയതായിരുന്നു. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോഴേക്ക് അത് സവിശേഷമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ വിശകലനം ചെയ്യുന്ന ഒന്നായിരുന്നു. ഇതിനൊരു തുടർച്ചയാണ് മൂന്നാമത്തെ അധ്യായമായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതായത് ഉൽപ്പാദനവും ചെലവും. പ്രൊഡക്ഷനെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് അപരിചിതമായ ഒരു ആശയമല്ല. നമ്മുടെ ഇതേ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ അധ്യായത്തിൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം നിർബന്ധമായും പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങളെ, ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നു. ഏതൊരു ഹെഡിലാണ് ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തത്? അതെ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി? ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ്. 2, ഹൗ ടു പ്രൊഡ്യൂസ്. ശരി തന്നെ. മൂന്നാമത്തേത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ ആശയങ്ങളെല്ലാം തന്നെ ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതൊരു രാജ്യവും ആദ്യം പരിഹരിക്കേണ്ട പ്രശ്നങ്ങളും ഇവ തന്നെയാണ്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഉൽപ്പാദനം ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വസ്തുതയായി മാറിയത്? അത് ചർച്ച ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും നമുക്ക് മറ്റൊരു ചോദ്യത്തിന് കൂടെ ഉത്തരം കാണേണ്ടി വരും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ? ഉൽപ്പാദനത്തിലൂടെ നമ്മൾ ഈ കാണാവുന്ന സാധന സേവനങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. വേറെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നത് ഉൽപ്പാദനമാണ്. മറ്റെന്തെങ്കിലും? വളരെ ശരിയാണ്. വരുമാനം ലഭ്യമാക്കുന്ന, ജനങ്ങൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതിൽ അതിനിർണായക പങ്കാണ് ഉൽപ്പാദനം നിർവഹിക്കുന്നത്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ? വെൽഫെയർ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ സാമൂഹ്യക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് ഉൽപ്പാദനത്തിന് വളരെ വലിയ പങ്കുണ്ട്. അല്ലേ? നമ്മൾ തന്നെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്തോറും നമ്മുടെ ക്ഷേമത്തിലും വർധനവ് വരുന്നു. നോക്കൂ, ഇപ്പോൾ COVID-19 ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് ഉൽപ്പാദിപ്പിച്ച് നമ്മിലെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ക്ഷേമത്തിലുണ്ടാകുന്ന വർധനവ് പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം കൂടുതലായിരിക്കും? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായ ആദം സ്മിത്ത് ഉൽപ്പാദനത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് ഇങ്ങനെയാണ്: കൺസംഷൻ ഈസ് ദ സോൾ എൻഡ് ആൻഡ് പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രൊഡക്ഷൻ ഈസ് ദ ബേസ് ഓഫ് കൺസംഷൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രൊഡക്ഷൻ ദർ ഈസ് നോ ചാൻസ് ഫോർ കൺസംഷൻ. അല്ലേ? ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഉൽപ്പാദന പ്രവർത്തനങ്ങളിലൂടെ ലഭ്യമായ ഒട്ടനവധി സാധന സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോൾ തന്നെ നമുക്ക് ചുറ്റും നോക്കൂ, എന്തെല്ലാം വസ്തുക്കളാണ് നമ്മൾ ഒരേ സമയം ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കൈവശമിരിക്കുന്ന നോട്ട്ബുക്ക്, എഴുതാൻ ഉപയോഗിക്കുന്ന പെൻ, ടേബിൾ, ചെയർ, സ്മാർട്ട് ഫോൺ, ടെലിവിഷൻ, ഫാൻ തുടങ്ങി എത്രമാത്രം വസ്തുക്കൾ നമ്മൾ ഒരേ സമയം ഉപയോഗിക്കുന്നു. ഇവയെല്ലാം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് നോട്ട്ബുക്കിൻ്റെ കാര്യമെടുക്കാം. കഴിഞ്ഞ 10-12 വർഷക്കാലമായി നമ്മുടെ സന്തത സഹചാരിയാണ് ഈ നോട്ട്ബുക്ക്. നമ്മുടെ ജയപരാജയങ്ങളെ നിർണ്ണയിച്ചതിൽ വലിയൊരു പങ്ക് ഈ നോട്ട്ബുക്കിനുണ്ട്. എങ്ങനെയാണ് നോട്ട്ബുക്ക് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്? ഏതെല്ലാം വസ്തുക്കളാണ് അതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നോക്കൂ, ഈ സ്ലൈഡിൽ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും.
ആ സ്ലൈഡ് നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നാം ചെയ്യേണ്ടതുണ്ട്. എന്തെല്ലാം വസ്തുക്കളാണോ അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് അത് നമ്മുടെ നോട്ട്ബുക്കിൽ ഒന്ന് കുറിക്കുകയും വേണം. നോക്കാം നമുക്ക്. ഒന്ന് സോഫ്റ്റ് വുഡ്, രണ്ടാമത്തേത് പൾപ്പ്, 3 മെഷീനറി, നാലാമത്തേത് ലേബർ, 5 വാട്ടർ, എനർജി തുടങ്ങി ഒട്ടനവധി വസ്തുക്കൾ നോട്ട്ബുക്കിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. സ്ക്രീനിൽ നോക്കൂ. ഈ സ്ലൈഡിനകത്ത് ഒരു ഭാഗത്ത് എന്തെല്ലാം ആണ് നോട്ട്ബുക്കിൻ്റെ നിർമ്മാണത്തിന് വേണ്ടത് എന്ന് എഴുതിയിരിക്കുന്നു. മറുഭാഗത്ത് ഇത് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച നോട്ട്ബുക്ക് കാണിച്ചിരിക്കുന്നു. ഇതിന് രണ്ടിനും മധ്യഭാഗത്തായി നോട്ട്ബുക്ക് ഫാക്ടറിയുടെ ചിത്രവും നമുക്കവിടെ കാണാം. നോട്ട്ബുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈ എല്ലാ വസ്തുക്കളെയും നമുക്ക് ഇൻപുട്സ് എന്ന് വിളിക്കാം. ഇൻപുട്സ് അഥവാ നിവേശങ്ങൾ. അപ്പോൾ ഫാക്ടറിയിലേക്ക് ഒരു വസ്തു നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രവേശിപ്പിക്കപ്പെടുന്നവയാണ് നമ്മൾ നിവേശങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഉപയോഗിച്ച് ഉൽപ്പന്നമാക്കപ്പെട്ട വസ്തുവിനെ ഉൽപ്പന്നം എന്ന് വിളിക്കുന്നു. ഏതൊരു വസ്തുവിൻ്റെ നിർമ്മാണത്തിനും ഇതുപോലെ നിരവധി ഇൻപുട്സ് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ നെൽകൃഷിയുടെ കാര്യം നോക്കൂ. പാഡി കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്സുകൾ ഏതെല്ലാമാണ്? ഒന്ന് സീഡ്സ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ലേബർ, കൃഷിഭൂമി തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിതിന് ആവശ്യമായി വരുന്നു. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നെല്ല് എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ കാര്യത്തിൽ ആ നോട്ട്ബുക്കിന് ആവശ്യമായ നിവേശങ്ങളെ നോട്ട്ബുക്കാക്കി മാറ്റി. നെൽകൃഷിയുടെ കാര്യത്തിൽ നെൽകൃഷിക്ക് ആവശ്യമായ വസ്തുക്കളെ നമ്മൾ നെല്ലാക്കി മാറ്റി. ഈ രണ്ട് ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഉൽപ്പാദനം നിർവചിക്കാൻ സാധിക്കുമല്ലോ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? Production is the process of transforming inputs into outputs. ഉൽപ്പാദനം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റി തീർക്കുന്ന പ്രക്രിയയാണ്. ഏതൊരു വസ്തുവിൻ്റെ നിർമ്മാണത്തിലും ഈ പറഞ്ഞ ഘട്ടങ്ങൾ നമുക്ക് കൃത്യമായി കാണാവുന്നതാണ്. അതിന് കുറേ ഇൻപുട്സ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട് രൂപപ്പെടുത്തുന്നു. ഉൽപ്പന്നത്തിനനുസരിച്ച് ഇൻപുട്സിൻ്റെ സ്വഭാവത്തിലും അളവിലും ഒക്കെ വ്യത്യാസം വരുന്നു മാത്രം. നോക്കൂ, കാർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇൻപുട്സ് ആയിരിക്കില്ല വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കില്ല ഐസ്ക്രീമിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് ഇൻപുട്സിൻ്റെ അളവിലും സ്വഭാവത്തിലുമൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. എങ്കിലും ഈ എല്ലാ ഇൻപുട്സിലും പൊതുവായ ചില സവിശേഷതകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നോക്കൂ, ഇവയിൽ ചിലതെങ്കിലും പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ടവയായിരിക്കും. എല്ലാ ഉൽപ്പാദന പ്രവർത്തനത്തിലും നിർബന്ധമായും നാം കാണുന്നതാണ് മനുഷ്യൻ്റെ അധ്വാനശേഷി വലിയ തോതിൽ പ്രയോജനപ്പെടുത്തുന്നു. പിന്നീട് യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റുപകരണങ്ങൾ, അതിന് നമുക്ക് മറ്റൊരു ഗ്രൂപ്പാക്കി തിരിക്കാം. ഇവ എല്ലാം സംയോജിപ്പിക്കുന്നതിന് ഒരു വ്യക്തിയോ സ്ഥാപനമോ ആവശ്യമാണ്. ഇങ്ങനെ നിവേശങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അവയെ ഇപ്രകാരം ക്ലാസിഫൈ ചെയ്യാൻ സാധ്യമാണ്. ഇതിൽ തന്നെ നോക്കൂ, ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായ ചില സവിശേഷതകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ഇങ്ങനെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സമാന സ്വഭാവമുള്ള ഘടകങ്ങളെ നമ്മൾ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഭാഗത്ത് നേച്ചർ ഓഫ് ദ ഫാക്ടറാണ്, രണ്ടാമത്തെ ഭാഗത്ത് നെയിം ഓഫ് ദ ഫാക്ടർ നൽകിയിരിക്കുന്നു, മൂന്നാമതൊരു ഭാഗം ഇവ എല്ലാം കൂടെ ചേർന്ന് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ആദ്യ ഭാഗത്ത് നാച്ചുറൽ റിസോഴ്സസ്, അതിന് നേരെയുള്ള ഫാക്ടർ നോക്കൂ, ലാൻഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പ്രകൃതിദത്തമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ലാൻഡ് എന്ന് വിളിക്കാവുന്നതാണ്. സെക്കൻഡ് വൺ, ഹ്യൂമൻ സ്കിൽസ് ആൻഡ് എഫേർട്സ്, അതിന് ലേബർ എന്ന് നൽകിയിരിക്കുന്നു. അതായത് മനുഷ്യൻ്റെ അധ്വാനവും പ്രയത്നവും ശേഷികളും എല്ലാം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്നു, അതിന് നമ്മൾ ലേബർ എന്നാണ് വിളിക്കുക. മൂന്നാമത്തേത് ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ, അതിന് ക്യാപിറ്റൽ എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. നാലാമത്തേത് ഓർഗനൈസേഷൻ ആൻഡ് അണ്ടർടേക്കിംഗ് പ്രൊഡക്ഷൻ, അതിനെ എൻ്റർപ്രൈസ് എന്ന് പറയുന്നു. ഈ എൻ്റർപ്രൈസും എൻ്റർപ്രണറും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അത് രണ്ട് ആയാലും ഉദ്ദേശിക്കുന്നത് ഉൽപ്പാദനം സംഘടിപ്പിക്കുക, ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന ഘടകങ്ങളെ നമുക്ക് 4 വിഭാഗമായി തിരിക്കാവുന്നതാണ്. നോക്കൂ, ഒന്ന് ലാൻഡ്, 2 ലേബർ, മൂന്നാമത്തേത് ക്യാപിറ്റൽ, നാലാമത്തേത് എൻ്റർപ്രൈസ്. ഇവ ഓരോന്നും ഓരോ ഗ്രൂപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊരു ഉൽപ്പാദനത്തിലും ഈ ഫാക്ടറികളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഫാക്ടറിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഫാക്ടറിൻ്റെ സവിശേഷമായ കഴിവുകളെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. ഈ ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തുന്ന ഒട്ടനവധി വ്യവസായശാലകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവയെല്ലാം ഉപഭോഗത്തിന് ആവശ്യമായ വസ്തുക്കളാണോ നിർമ്മിക്കുന്നത്? നോക്കൂ, സ്ക്രീനിൽ നൽകിയിരിക്കുന്ന സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ സംശയത്തിന് ഉത്തരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വർക്ക്ഷീറ്റാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത്, ആദ്യ ഭാഗത്ത് കുറേ ഉൽപ്പന്നങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ യൂസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഉൽപ്പന്നം ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഐസ്ക്രീം കൺസംഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കൺസംഷൻ എന്ന് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ മറ്റ് 5 വസ്തുക്കളുടെ കാര്യത്തിലും ഇതേ ക്രമത്തിൽ നമ്മൾ അത് ഫില്ല് ചെയ്തു വരിക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് ഐസ്ക്രീമിന് നേരെ നമ്മളെല്ലാവരും കൺസംഷൻ എന്നാണ് എഴുതിയിരിക്കുക. കൺസംഷനാണ് ആദ്യത്തേത്. ക്ലോത്തിങ്, അതിൻ്റെ പർപ്പസും കൺസംഷൻ തന്നെയാണ്. ഫാനും ഒരു കൺസംഷൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. നോക്കൂ, അതിന് താഴെ നൽകിയിരിക്കുന്ന സ്റ്റീൽ ബാർസ് ഉപഭോഗത്തിന് ഉപയോഗിക്കുന്നതാണോ? പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കുക? അത് ഉപയോഗിക്കുക നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഫോർ കൺസ്ട്രക്ഷൻ. മറ്റെന്തിൻ്റെയെങ്കിലും ഒക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ ബാറുകൾ എന്ന് പറയുന്നത്. ട്രാക്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നിലമുഴുക ആണ് അല്ലേ, ഫോർ പ്ലഫിംഗ്. എം സാൻഡ് മാനുഫാക്ചേർഡ് സാൻഡാണ്. മണലിൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് എം സാൻഡ് പ്രയോജനം എന്താ? എം സാൻഡിൻ്റെ പ്രയോജനവും കെട്ടിടങ്ങളോ ഡാമുകളോ ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എം സാൻഡ്. ആദ്യത്തെ 3 ഉപഭോഗവുമായി ബന്ധപ്പെട്ടവയും 4, 5, 6 എന്നിവ മറ്റു വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയുമാണ്. ഇങ്ങനെ മറ്റു വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവയെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറയുക. മൂലധന വസ്തുക്കൾ, ഗുഡ്സ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അനദർ കമ്മോഡിറ്റീസ് നോൺ ആസ് ക്യാപിറ്റൽ ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്താ വിളിക്കുക? ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസംഷൻ ഈസ് നോൺ ആസ് കൺസ്യൂമർ ഗുഡ്സ്. ശരി തന്നെ. അപ്പോൾ ഈ മൊത്തം പ്രോഡക്റ്റിനെ നമുക്ക് 2 വിഭാഗമായി തിരിക്കാം. ഒന്ന് കൺസ്യൂമർ ഗുഡ്സ്, രണ്ടാമത്തെ ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി വ്യവസായശാലകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പോളത്തിൽ നിന്നും ഒരു വസ്തു നമുക്ക് കിട്ടണമെങ്കിൽ നാം അതിന് വില നൽകേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് കമ്പോളത്തിൽ ഒരു വസ്തു വാങ്ങുന്നതിന് നാം വില നൽകേണ്ടി വരുന്നത്? വൈ ഡു ദ പ്രൊഡ്യൂസേഴ്സ് ചാർജ് പ്രൈസ് ഫോർ ദയർ കമ്മോഡിറ്റി? നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ക്രോഡീകരിക്കുകയാണ്. ഉൽപ്പാദനത്തിൽ ഏർപ്പെടുന്ന ഏതൊരു സ്ഥാപനത്തിനും വൈവിധ്യമാർന്ന ഒട്ടേറെ ചെലവുകൾ നിർവഹിക്കേണ്ടതുണ്ട്. ഉദാഹരണം നോക്കൂ, കൃഷി എടുക്കൂ. കൃഷിയിൽ ഉപയോഗിക്കുന്ന സീഡ്സിന് വില നൽകേണ്ടി വരും. നമ്മൾ പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയവയ്ക്ക് നാം വില നൽകണം. ഉപയോഗിക്കുന്ന തൊഴിലാളിക്ക് കൂലി നൽകണം അല്ലേ? ഇങ്ങനെ ഈ വൈവിധ്യമാർന്ന ഒട്ടനവധി ചെലവുകളാണ് വലുതും ചെറുതുമായി ഏതൊരു ഉൽപ്പാദന സ്ഥാപനത്തിനുമുള്ളത്. ഉൽപ്പാദന ചെലവാണ് ഏതൊരു വസ്തുവിനും വില ഈടാക്കുന്നതിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഉൽപ്പാദനത്തിന് വൈവിധ്യമാർന്ന ഒട്ടേറെ ചെലവുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. നേരത്തെ ഫാക്ടർ ഇൻപുട്സിനെ 4ആയി ക്രമീകരിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ചെലവ് ഇനങ്ങളെയും പൊതുവെ 4ആയി ക്രമീകരിക്കാവുന്നതാണ്. ഓരോ ഫാക്ടേഴ്സിനും നൽകുന്ന ഫാക്ടർ റിവാർഡ് അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെൻറ്റ് എന്ന രൂപത്തിൽ നമുക്കതിനെ ക്രമീകരിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ എന്താണ് ഓരോ ഫാക്ടറിനും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഓരോ ഫാക്ടേഴ്സിൻ്റെയും റിവാർഡ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ് നൽകുന്നത്? തന്നിരിക്കുന്ന സ്ലൈഡിൽ അത് കംപ്ലീറ്റ് ചെയ്യാലോ. ലാൻഡിന് നൽകുന്ന റിവാർഡ് പ്രതിഫലം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലേബറിന് നൽകുന്നത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതൊന്ന് വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ. കഴിഞ്ഞല്ലോ. ലാൻഡിന് നൽകുന്ന പ്രതിഫലം റെൻ്റ് ആണ്, പാട്ടം. ലേബറിന് നൽകുന്ന പ്രതിഫലം കൂലിയുമുണ്ട്, ശമ്പളവും അതിലുൾപ്പെടും. സാലറീസ്, വേജസ് ആൻഡ് സാലറീസ് രണ്ടും അതിനകത്ത് ഉൾപ്പെടും. ക്യാപിറ്റലിന് നൽകുന്നത് പലിശയാണ്. എൻ്റർപ്രൈസോ ഈ 3 സംഘടിപ്പിക്കുന്നതിന് ഭാഗമായി എൻ്റർപ്രൈസിന് നമ്മൾ നൽകുന്നത് ലാഭവിഹിതമോ ലാഭമോ ആണ് അല്ലേ?
നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ കർഷകൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ വീണ്ടും വരിക. അദ്ദേഹം 1 ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നൽകേണ്ടി വന്ന തുകയാണ് നമ്മുടെ സ്ലൈഡിൽ നൽകിയിരിക്കുന്നത്. ലാൻഡിന് അദ്ദേഹം റെൻ്റായി കൊടുത്ത 1000 രൂപയാണ്. കൂലിയായി അദ്ദേഹം തൊഴിലാളികൾക്ക് നൽകിയത് 3000 രൂപയാണ്. പലിശ ഇനത്തിൽ അദ്ദേഹത്തിന് 2000 രൂപ നൽകേണ്ടി വന്നു. ഇതെല്ലാം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമായ ലാഭം എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പോൾ ആകെ ഉൽപ്പാദന ചെലവ് എത്ര? ഉൽപ്പാദന ചെലവ് ആകെ കണ്ടെത്തണമെങ്കിൽ റെൻറ്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കണക്കാക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആകെ? അതെ, 8000 രൂപയാണ് ആകെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംശയം വരാം, എങ്ങനെയാണ് ഈ ഉൽപ്പാദന ചെലവ് ഈ കർഷകൻ നികത്തുന്നത്? അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവ് എങ്ങനെയാണ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ നികത്തുന്നത്? അതിനുള്ള പണം അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? എവിടെ നിന്നായിരിക്കും? വളരെ ശരി തന്നെ, ഈ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽപ്പന നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് വരുമാനം ലഭിക്കുന്നു. The producers can earn income from the sale of commodities in the market. കർഷകൻ്റെ ആകെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് 8000 രൂപയാണ് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൽപ്പാദന ചെലവിനൊന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഉൽപ്പാദന ചെലവെന്ന് പറയുന്നത്? ഉൽപ്പാദനത്തിൽ പങ്കെടുത്ത ഫാക്ടേഴ്സിന് നൽകേണ്ടി വരുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ ഉൽപ്പാദന ചെലവെന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഫേം ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി. ഒരു നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെലവിടേണ്ടി വന്ന ആകെ സംഖ്യയെ ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കർഷകന് 8000 രൂപയാണ് ചെലവ് വന്നത്. ഇത് നികത്തുന്നതിനുള്ള വരുമാനം അദ്ദേഹം എങ്ങനെ കണ്ടെത്തും? ഇത് കണ്ടെത്തുന്നതിന് അദ്ദേഹം തൻ്റെ ഉൽപ്പന്നങ്ങളെ കമ്പോളത്തിൽ വിറ്റഴിക്കും. കമ്പോളത്തിൽ വിറ്റഴിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന വരുമാനത്തെ ഇക്കണോമിക്സിൽ റവന്യൂ എന്നാണ് പറയുക, അല്ലേ? എന്താണ് റവന്യൂ എന്ന് പറയുന്നത്? റവന്യൂ ഈസ് ദ ഇൻകം ഏൺഡ് ബൈ ദ പ്രൊഡ്യൂസർ ഫ്രം ദ സെയിൽ ഓഫ് കമ്മോഡിറ്റീസ് ഇൻ ദ മാർക്കറ്റ്. ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകൻ ഉൽപ്പാദന ചെലവ് നികത്തിയത്. ഏതൊരു സ്ഥാപനവും അവയുടെ ഉൽപ്പന്നം കമ്പോളത്തിൽ വിറ്റഴിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവയുടെ ഉൽപ്പാദന ചെലവ് നികത്തുന്നത്. നമ്മുടെ കർഷകന് കമ്പോളത്തിൽ നിന്നും 10000 രൂപ വരുമാനമായി കിട്ടി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കൃഷി അദ്ദേഹത്തെ സംബന്ധിച്ച് ലാഭകരമായ ഒരു പ്രവൃത്തിയാണോ? ആണ്. എന്തുകൊണ്ടാണ്? എത്രയാണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭം? അദ്ദേഹത്തിന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഈ 2000 രൂപ അദ്ദേഹത്തിന് കിട്ടിയ ലാഭം യഥാർത്ഥത്തിൽ അമിത ലാഭം എന്നാണ് നമ്മൾ പറയാം. എന്തുകൊണ്ടാണ് അതിന് അമിത ലാഭം എന്ന് പറയുന്നത്? കാരണം നേരത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കണ്ട സമയത്ത് തന്നെ അതിൽ 4ാമത്തെ ഫാക്ടർ റിവാർഡ് എന്താണ്? ലാഭമാണ്. അതിനെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും. ഉൽപ്പാദന ചെലവിൻ്റെ ഭാഗമായ ലാഭത്തെ നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്നാണ് പറയുക. ഈ ഒരു പ്രവൃത്തിയിലല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വ്യവസായത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരുന്നെങ്കിൽ ഇതേ വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് അതിനെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയും. ഈ നോർമൽ പ്രോഫിറ്റിന് മുകളിൽ ലഭിക്കുന്ന ഏതൊരു അധിക ലാഭത്തെയും നമ്മൾ അബ്നോർമൽ പ്രോഫിറ്റ് എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മുടെ കർഷകന് 2000 രൂപ അമിത ലാഭം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് കാർഷിക വൃത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് ലാഭകരമായ ഒരു ബിസിനസ്സാണ് നമുക്ക് പറയാം, അല്ലേ? എങ്ങനെയാണ് നമ്മൾ ലാഭം കണ്ടെത്തിയത്? വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചപ്പോഴാണ് നമുക്ക് ലാഭം കിട്ടിയത്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ്, അല്ലേ? ലാഭം സൃഷ്ടിക്കുക മാത്രമല്ല, ലാഭം പരമാവധിയാക്കുക എന്നാണ് ഏതൊരു ഉൽപ്പാദന പ്രവർത്തനത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് ലാഭം പരമാവധിയാക്കാൻ കഴിയുക? ഏതെല്ലാം മാർഗങ്ങളായിരിക്കും അത് സ്വീകരിക്കുക? ഒന്ന്, ശരി, ചെലവ് കുറച്ചാൽ മതി. ഉൽപ്പാദന ചെലവ് കുറച്ചാൽ ലാഭം വർദ്ധിക്കും. പിന്നെ ഉള്ള വിഭവങ്ങളെ ഏറ്റവും എഫിഷ്യൻ്റായി ഉപയോഗിക്കുക, അതും ലാഭം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. വേസ്റ്റേജ് കുറയ്ക്കുക, അതും ചെയ്യാം, വേസ്റ്റേജ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 പ്രവർത്തികളിലൂടെയും ലാഭം വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഉൽപ്പാദനത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചാലും ലാഭത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും, അല്ലേ? എങ്ങനെയാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക? ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ കർഷകൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കൂ. ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? ഉൽപ്പാദനത്തിന് ഏതെല്ലാം ഘടകങ്ങളാണോ ഉപയോഗിക്കുന്നത് അവയുടെ അളവെല്ലാം വർദ്ധിപ്പിക്കേണ്ടി വരില്ലേ?
അങ്ങനെ എല്ലാ ഘടകങ്ങളെയും ഉൽപ്പാദനത്തിൽ വർദ്ധിപ്പിച്ച കർഷകൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ സ്ലൈഡിലൊന്ന് നോക്കാം. വിശകലന സൗകര്യത്തിന് വേണ്ടി നമ്മളിവിടെ രണ്ട് ഫാക്ടേഴ്സെ കർഷകൻ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഒന്ന് ലാൻഡ്, രണ്ടാമത്തെ ലേബർ. ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഫാക്ടറാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഭൂമിയുടെ അളവ് വിപുലപ്പെടുത്തൽ സാധ്യമല്ല. എന്നാൽ തൊഴിലാളികളുടെയൊക്കെ ലഭ്യത കൂടുതലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ടേബിളിൽ നോക്കൂ, രണ്ടാമത്തെ കോളത്തിൽ കാണുന്ന ലാൻഡിൻ്റെ അളവ് ഉൽപ്പാദനത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഫിക്സഡ് ആണ്. 2 ഹെക്ടർ ലാൻഡാണ് അതിന് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ലേബറിൻ്റെ അളവ് നോക്കൂ. ലേബർ 0 മുതൽ 6 വരെയായി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായി നിൽക്കുന്ന ഭൂമിയോടൊപ്പം ലേബറേഴ്സിൻ്റെ അളവ് ചേർത്തുകൊണ്ടേയിരുന്നാൽ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ഉൽപ്പാദനം വർദ്ധിക്കുന്നു, അല്ലേ? ആദ്യത്തെ 1 യൂണിറ്റ് ലേബറും 2 യൂണിറ്റ് ലാൻഡും ഉപയോഗിച്ച സമയത്തിൽ ആകെ ഉൽപ്പന്നത്തിൻ്റെ അളവ് 10 യൂണിറ്റാണ്. അതിൽ നിന്ന് മാറി 2 യൂണിറ്റ് ലാൻഡിനോടൊപ്പം 6 യൂണിറ്റ് ലേബർ ചേർത്ത സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ അളവ് 57 യൂണിറ്റായി വർദ്ധിക്കുന്നു. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ്? എന്താണ് ബന്ധം? ഇവ തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്. എന്താണത്? ഉൽപ്പാദനം വർദ്ധിക്കണമെങ്കിൽ ഫാക്ടർ ഇൻപുട്സിൻ്റെ അളവിൽ വർധനവുണ്ടാകണം. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ യൂണിറ്റ്സ് ഓഫ് ഇൻപുട്സ് യൂസ്ഡ്, അല്ലേ? ഉൽപ്പാദനം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിവേശങ്ങളുടെ അളവുമായി ബന്ധപ്പെട്ടവയാണ്. തമ്മിൽ നേരിട്ടൊരു റിലേഷനാണുള്ളത്. അപ്പോൾ ഇൻപുട്സും അതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നവും തമ്മിലുള്ള ഈ ബന്ധത്തെ നമുക്ക് ഇക്കണോമിക്സിൽ ഉൽപ്പാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാവുന്നതാണ്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന ഇൻപുട്സും അവ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ഉൽപ്പാദനത്തിലുണ്ടായ അളവിനെയുമാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രതിപാദിക്കുന്നത്. കാർഷിക ഉൽപ്പാദനത്തിൽ മാത്രമല്ല, ഏതൊരു ഉൽപ്പാദന പ്രവൃത്തി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിലെല്ലാം ഇൻപുട്സും ഔട്ട്പുട്ടും തമ്മിൽ കൃത്യമായ ഒരു റിലേഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ തന്നെ നോക്കാം, 2 യൂണിറ്റ് ലാൻഡും 2 യൂണിറ്റ് ലേബറും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച അളവ് എന്ന് പറയുന്നത് 24 യൂണിറ്റാണ്. ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി അളവാണ് 24. ഇനി 1 യൂണിറ്റ് പോലും ഇവ ഉപയോഗിച്ച് അധികം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയിൽ ഊന്നിക്കൊണ്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന നിർവചനം നിലനിൽക്കുന്നത്. എന്നാലോ ഉൽപ്പാദനം ഇതേ ഫാക്ടർ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷെ എന്തിൽ വ്യത്യാസം വരണം? ടെക്നോളജിയിൽ വ്യത്യാസം വരണം. ടെക്നോളജിയിൽ വ്യത്യാസം വന്നു എങ്കിൽ ഉൽപ്പാദനത്തിൽ നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. നമ്മുടെ കർഷകൻ്റെ തന്നെ ഉദാഹരണം എടുക്കൂ. കർഷകൻ ആദ്യം കലപ്പ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിരുന്നത്. പിന്നീട് കുറച്ചും കൂടെ മികച്ച സാങ്കേതിക വിദ്യയായ ട്രാക്ടർ അദ്ദേഹം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ കലപ്പയിൽ നിന്ന് ട്രാക്ടറിലേക്ക് മാറിയതോടുകൂടി സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വന്നു. നോക്കൂ, അതിൻ്റെ ഭാഗമായി ഉൽപ്പാദനത്തിൽ എത്രമാത്രം വ്യത്യാസമുണ്ടായി? 2 യൂണിറ്റ് ലേബറും 2 യൂണിറ്റ് ലാൻഡും ഉപയോഗിച്ച് അദ്ദേഹം പഴയ സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിച്ചത് 24 യൂണിറ്റ്. അതേ ഫാക്ടർ കോമ്പിനേഷൻ ഉപയോഗിച്ച് അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ അളവ് എന്ന് പറയുന്നത് 110 യൂണിറ്റ്. അപ്പം എന്താണ് ഇതിൽ നമ്മൾ കണ്ടെത്തിയത്? സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വന്നാൽ അതേ കോമ്പിനേഷൻ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫിഷ്യൻസിയെ അടിസ്ഥാനമാക്കിയുള്ളതുപോലെ തന്നെ നിലവിലുള്ള സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർവചനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാർഷിക രംഗത്ത് മാത്രമല്ല ഏതൊരു ഉൽപ്പാദന രംഗത്തും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൃത്യമായി പ്രവർത്തിക്കുന്നതായി നമ്മൾ നേരത്തെ കണ്ടെത്തി, അല്ലേ? പക്ഷെ അവിടെ ഒരു അസംഷനിലാണ് നാം ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ ഫേം ഓൺലി യൂസസ് 2 ഫാക്ടേഴ്സ്, ലാൻഡ് ആൻഡ് ലേബർ. ഉൽപ്പാദനത്തിനായി ഒരു വ്യവസായ സ്ഥാപനം 2 ഘടകങ്ങളെ മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്ന് നമ്മൾ തൽക്കാലം അനുമാനത്തിലെത്തിച്ചേരുന്നു. അപ്പോൾ നമുക്ക് വിശകലനം കുറേ കൂടെ സിമ്പിളാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ടെൽസ് us that the maximum possible quantity
that can be produced by using various combination of these two factor inputs. ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും വിവിധ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന ഉൽപ്പന്നത്തിൻ്റെ പരമാവധി അളവിനെക്കുറിച്ചാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കൃത്യമായ ഒരു ഫംഗ്ഷനാക്കി എഴുതാവുന്നതാണ്. Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് എൽ കെ. Q എന്ന് പറയുന്ന മാക്സിമം പോസിബിൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, എൽ എന്ന് പറയുന്ന ലേബർ യൂണിറ്റ്സ് യൂസ്ഡ്, രണ്ടാമത്തേത് കെ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത പ്രധാന ആശയങ്ങൾ, ഒന്ന് പ്രൊഡക്ഷൻ എന്നാണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നീ ആശയങ്ങൾ നാം ചർച്ച ചെയ്തു. അതിനെ തുടർന്ന് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സമവാക്യത്തെക്കുറിച്ചും നാം ചർച്ച ചെയ്തു. ഇത്രയും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് താഴെ നിർദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസും കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസും പ്രവർത്തിക്കുന്നതായി നാം കണ്ടു. ഇവയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഏതിനാണ് പ്രാധാന്യം കൂടുതൽ എന്നത് ചർച്ച ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയക്കണം. അസൈൻമെൻറ്റ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ഫോർ ഇക്കണോമിക് ഗ്രോത്ത് capital goods industries are more important than consumer goods industries. Do you agree with this statement? Substantiate your arguments. ഈ അസൈൻമെൻറ്റ് ചെയ്ത് അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ. നമസ്കാരം.